ശ്രീ എം പ്രകാശൻ, ഇന്നലെ നിയമസഭയിൽ പോലും പരിഹാസ രൂപേണ ഭരണപക്ഷം ഉന്നയിച്ച കാര്യമാണ് ഈ കൂടോത്രം. മുഹമ്മദ് റിയാസ് ഇന്നലെ ഒരു ചർച്ചയ്ക്കിടെ പറയുന്നത് കേട്ടിരുന്നു. പക്ഷേ ശ്രീ എൻ ശ്രീകുമാർ പറയുന്നത് ഇത് കോൺഗ്രസ് അത്ര ഗൗരവത്തോടെ എടുത്തിട്ടൊന്നുമില്ല, നിങ്ങളൊക്കെ ചർച്ച ചെയ്തോളൂ, അത്ര മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ കൂടോത്രത്തിന്റെ വീഡിയോ അത് 1.5 വർഷം മുമ്പ് എടുത്തതാണ് എന്നുള്ളത് ആരാ പറഞ്ഞിരിക്കുന്നത്? മറ്റാരുമല്ല, KPCC അധ്യക്ഷനാണ്. എന്ന് മാത്രമല്ല, ഈ വിവാദം ചർച്ചയാവാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായല്ലോ. ഇതിൽ പേരെടുത്ത് പരാമർശിക്കപ്പെട്ട ആളാണ് കോൺഗ്രസിന്റെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യമില്ല എന്ന് എന്തേ പറയുന്നില്ല? ഇവിടെ VM സുധീരൻ, അതുപോലെ തന്നെ സുധാകരൻ, അവരുടെയെല്ലാം ഈ കൂടോത്രം കണ്ടുപിടിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആവശ്യമായിട്ട് മന്ത്രവാദികളെ കൊണ്ടുവന്നത് എന്നുള്ളത് സാർവത്രികമാതിലൊക്കെ വന്നല്ലോ. 3 ദിവസക്കാലമായിട്ടും ആ സംഭവം സംബന്ധിച്ച് പറയാതിരിക്കുന്നത് എന്താ? അപ്പോ ഈ വിഷയം സംബന്ധിച്ചിടത്തോളം ഇത് ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ പറയുന്ന പോലെ തകിടുകൾ കണ്ടെത്തി, ഈ രൂപം കണ്ടെത്തി എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ KPCC അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ, അദ്ദേഹം ഇരിക്കുന്ന മേശയുടെ അടിയിൽ, അദ്ദേഹം താമസിക്കുന്ന ഡൽഹിയിലെ ഫ്ളാറ്റിൽ, അവിടങ്ങളിലെല്ലാം ഈ കൂടോത്രം നടത്തിയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച കാര്യമാണല്ലോ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അത് അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞോ? അല്ലെങ്കിൽ ഇവിടെ സുധാകരൻ പറഞ്ഞോ? അല്ലെങ്കിൽ ഉണ്ണിത്താൻ പറഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ലെന്നാണ് ശ്രീ എൻ ശ്രീകുമാർ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അത്ര ഗൗരവത്തിൽ കോൺഗ്രസ് എടുത്തിട്ടില്ല എന്നാണ് ശ്രീകുമാർ പറയുന്നത്. ഇവിടെ അല്ല, ഇത് വസ്തുതയാണ്. 1.5 കൊല്ലം മുമ്പ് എടുത്ത വീഡിയോ ആണ് എന്നുള്ള കാര്യം സുധാകരന്റെ വർത്തമാനം അതിനകത്തുണ്ടല്ലോ, ഉണ്ണിത്താന്റെ വർത്തമാനം അതിനകത്തുണ്ടല്ലോ. ഉണ്ണിത്താനും സുധാകരനും എല്ലാം സംസാരിക്കുന്ന ഈ വീഡിയോ, വീട്ടിൽ നിന്ന് ഈ തകിടുകളും അതുപോലെ മറ്റു രൂപങ്ങളും എല്ലാം കുഴിച്ചെടുക്കുന്ന വീഡിയോ, അത് 1.5 കൊല്ലം മുമ്പ് എടുത്ത ഒന്നാണ്. ആ എടുക്കുന്ന സമയത്ത് അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അദ്ദേഹം ഓൺ ചെയ്യാണല്ലോ. അപ്പോ ഇതൊരു ഗൗരവമായ വിഷയമേ അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാ യൂത്ത് കോൺഗ്രസ്സുകാർ അതിനോട് പ്രതികരിക്കാൻ വേണ്ടി വരുന്നത്? ഒരു ഗൗരവമായിട്ട് വിഷയമേ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് കേരളം എന്ന് പറയുന്നത് ഇത്തരം ആഭിചാര ക്രിയകൾക്കെല്ലാം എതിരായിട്ട് ഒരുപാട് പോരാട്ടം നടത്തിയ ഒരു നാടാണ്. എന്നാൽ പതുക്കെ പതുക്കെ അത്തരം കാര്യങ്ങൾ തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചില ഇരുട്ടിന്റെ സന്താനങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് സമീപകാല കേരളം കണ്ടതാണ്. ആഭിചാര ക്രിയയുടെ ഭാഗമായിട്ട് 2 സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടത് ഈ അടുത്ത കാലത്ത് കേരളം ചർച്ച ചെയ്താണല്ലോ. മന്ത്രവാദികളാണ് ചെയ്തത് എന്നുള്ളത് ഈ കേരളമാകെ അറിയുന്നതാണല്ലോ. അപ്പോൾ അത്തരം ആഭിചാര ക്രിയകളോടും അതുപോലെ തന്നെ ഇത്തരം സംഗതികളോടും ഈ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാലം ഈ കേരളം ഭരിച്ച പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ഈ കേരളത്തിലാകെ അറിയേണ്ട ഒരു വിഷയമാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ ആരെങ്കിലും പറയുന്നുണ്ടോ ഞങ്ങൾ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ കൂടോത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല? ഇത് തികച്ചും അന്യായമായ ഒരു കാര്യമാണ്. ഇത് ഏതെങ്കിലും ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞോ? ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടി ഈ കേരളത്തിലടക്കമുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് വലിയ പങ്കുവഹിച്ച ഒരു പാർട്ടിയാണ്. നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇന്ത്യ കണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാർശനികൻ എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയുന്ന ആളല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് അദ്ദേഹം ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ് ഞാനൊരു നാസ്തികനാണ് എന്നാണ്. എന്ന് മാത്രമല്ല, ഒരു മതാചാരം അനുസരിച്ചിട്ട് എന്നെ ദഹിപ്പിക്കാൻ പാടില്ല, എന്നെ ദഹിപ്പിച്ച് എന്റെ ചിതാഭസ്മം ഈ നാട്ടിലാകെ ഒടുക്കണം എന്ന് പറഞ്ഞ ആളല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇവിടെ ഹിന്ദു മുസ്ലിം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ നമ്മുടെ പഴയ ബാബരി മസ്ജിദിനകത്ത് രാമന്റെയും സീതയുടെയും വിഗ്രഹം കണ്ടപ്പോ അതിനെ സരയൂ നദിയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞ ആളല്ലേ അദ്ദേഹം. ഒരൊറ്റ ആരാധന കേന്ദ്രത്തിലും സന്ദർശിക്കാത്ത ആളല്ലേ അദ്ദേഹം. പ്രസിഡന്റ് അവിടെ ഹൈന്ദവ ഒരു ചടങ്ങ് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് വസതിയിൽ നടത്തിയപ്പോ അതിനെ പരസ്യമായിട്ട് അപലപിച്ച ആളല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആ നെഹ്റുവിന്റെ പാർട്ടിയല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത്തരം ഒരു പാർട്ടി ആഭിചാരക്രിയ, അതുപോലെ തന്നെ ഇതുപോലെയുള്ള പിന്നെ തകിട് കണ്ടെത്തൽ, അതിനോടെല്ലാം തന്നെ അതൊരു ഗൗരവമുള്ള വിഷയമേ അല്ല. പ്രസിഡന്റ് അങ്ങനെ ചെയ്യാൻ അവകാശമുണ്ട്, അത് കണ്ടുപിടിച്ചു കൊടുക്കാൻ MP-ക്ക് അവകാശമുണ്ട് എന്നെല്ലാം കൂടെ അവസ്ഥയിലേക്ക് എത്തുന്നത് എത്രമാത്രം വിചിത്രമായ ഒരു കാര്യമാണ് എന്നുള്ളത് അവർക്ക് പറയാൻ വേണ്ടി കഴിയട്ടെ. ഇത് കേരളത്തിലെ പുരോഗമന സമൂഹം എങ്ങനെയാണ് ഏത് പാർട്ടിയാവട്ടെ, ഇതൊരു പാർട്ടിയുടെ മാത്രം വിഷയമല്ല. കേരളത്തിൽ ഈ ആഭിചാരക്രിയയിലും അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളിലും ആരാണ് വിശ്വസിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? അത് അവരല്ലേ പറയേണ്ടത്. കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കുന്നത് ന്യായമാണോ? വിശ്വസ്തമായിട്ട് അദ്ദേഹം പറയുന്നു ഈ പറയുന്ന വീഡിയോയിൽ. അത് ശരിയായ ഒരു കാര്യമാണോ? അത് കേരളീയ സമൂഹത്തിന് ആകെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല,
ഇവിടെ ഓരോ സംഗതികൾ നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കമന്റ് ഉണ്ടല്ലോ, അതിലെ തമാശയാണെന്ന് ഇങ്ങനെ പറയാൻ കഴിയുക. കാലെടുക്കുമ്പോൾ കാലിന് കുറച്ചായിട്ട് വേദനയുണ്ട്, തലയെടുക്കുമ്പോൾ തലക്കൊരു ഭാരം തോന്നുന്നുണ്ട്, ടെൻഷൻ ഉണ്ട്. ഇതെല്ലാം പറയുക ഇപ്പോ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിപിൻ മോഹൻ പറഞ്ഞല്ലോ, വളരെ കണിശമായിട്ട് ഈ കാര്യം ചെയ്തതാണ്. ഈ KPCC അധ്യക്ഷനായിട്ട് വന്നപ്പോ, രോഗം വന്നപ്പോ ഇതിൽ എന്തോ ഒരു ഗൂഢോത്രമുണ്ട്. ആ ഗൂഢോത്രം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ടുവരുന്നു, മന്ത്രവാദിയെ കൊണ്ടുവരുന്ന പാർട്ടിയുടെ സഹപ്രവർത്തകനാണ്. എന്നിട്ട് അത് വീണ്ടും തിരിച്ചു വന്നപ്പോ ഇവിടെ മാത്രമല്ല, അദ്ദേഹത്തെ വീണ്ടും കൺസൾട്ട് ചെയ്യുന്നു. എന്നിട്ട് KPCC ആസ്ഥാനത്ത് ഇതുണ്ട് എന്ന് കണ്ടെത്തുന്നു. അവിടെ പോയിട്ട് പരിശോധിച്ചിട്ട് അവിടെയും തകിട് കണ്ടെത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു വിചിത്രമായ കാര്യമാണ്. ഇവിടെ സാധാരണഗതിയിൽ ശാസ്ത്രബോധത്തിന്റെ തരിമ്പെങ്കിലും ഉള്ള ആൾക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണോ ഈ ആഭിചാരക്രിയയും കൂടോത്രമെല്ലാം? എന്നിട്ട് അതിനെ അപലപിക്കാൻ, അത് ശരിയല്ലെന്ന് പറയാൻ, അല്ലെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് പറയാൻ, അത് എന്റെ ഒരു പരിഗണന വരുന്ന ഒരു വിഷയമേ അല്ലെന്ന് പറയാൻ തയ്യാറേണ്ടത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളല്ല. ഈ കാര്യങ്ങളിൽ പരസ്യമായി സംസാരിച്ചിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷനാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ടാണ്. അത് സംബന്ധിക്കുന്ന നിലപാടുകൾ പറയേണ്ടത്. ഇത് അതിവിചിത്രവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് സ്വീകരിക്കാത്ത നിലപാടാണ്. ശരിയാണ് ശ്രീ എം പ്രകാശ്. ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ ഒരു സമുന്നത നേതാവ് ഇതേക്കുറിച്ച് പ്രതികരിക്കണമായിരുന്നു, പക്ഷെ അത് ഉണ്ടായിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ വിഷയം ന്യൂസ് 18 കേരളം പുറത്തുവിടുന്നതിന് മുൻപ് അദ്ദേഹം ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യന് ഒരു അഭിമുഖം നൽകിയിരുന്നു. അതിൽ അദ്ദേഹം ഈ കൂടോത്രത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കൂടോത്രം എന്നല്ല, ഈ കൂടോത്രം പലയിടങ്ങളിൽ നിന്ന് കണ്ടെടുത്തുവല്ലോ. അപ്പോൾ അതേക്കുറിച്ചാണ് ഡാൻ കുര്യൻ ചോദിച്ചത്. അന്ന് ഈ സംഭവം പുറത്ത് വന്നിരുന്നില്ല. ഏതാണ് ഈ സുധാകരന്റെ വീട്ടിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും KPCC ഓഫീസിൽ നിന്നും കൂടോത്രം കണ്ട വാർത്ത. അത് അതിന്റെ പിറ്റേ ദിവസമാണ് ന്യൂസ് 18 കേരളം പുറത്തുവിട്ടത്. അന്ന് ഉണ്ണിത്താൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഉണ്ണിത്താന്റെ ആ വാക്കുകൾ കേൾക്കാം. കഴിഞ്ഞ ദിവസവും ഇത് കേൾപ്പിച്ചതാണ്. താങ്കളൊരു ഈശ്വര വിശ്വാസിയാണ്, കടുത്ത ഈശ്വര വിശ്വാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും. അത് ഫലിക്കുമോ? അത് വേറെ കാര്യം. കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നുള്ള കാര്യമാണെങ്കിൽ താങ്കളെ ഞാൻ ബോധ്യപ്പെടുത്തരാം. അവിശ്വാസിയാണെങ്കിൽ ഞാൻ വിശ്വാസിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാം. ഈ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പരസ്പരം വൈരം തീർക്കാൻ കൂടോത്രം ചെയ്യുന്നു എന്ന അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ്? കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. കൂടോത്രം ഭരിക്കുമോ? ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് മാറ്റർ. പക്ഷേ കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകരെ ഞാൻ വിശ്വസിപ്പിച്ചിട്ടുണ്ട്, അവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. വിശ്വാസം അത് ഫലിക്കുമോ? അത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരം ഒരുപാട് ഹീനമായ പ്രവർത്തികൾ എന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും എന്റെ വീട്ടിലും ചെയ്തിട്ടുണ്ട്. അത് ഫലിച്ചോ ഇല്ലയോ എന്നുള്ളത്, ഫലിച്ചെങ്കിൽ ഞാൻ 1 ലക്ഷത്തിന് ഇരിക്കില്ലല്ലോ. പക്ഷേ ഇത്തരം ഹീനമായ പ്രവർത്തികൾ കണ്ടുപിടിച്ച് നശിപ്പിക്കുന്ന ആളുകളും ഉണ്ട് ഇവിടെ. സൽപ്രവർത്തി ചെയ്യുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു കൂടോത്രവും ഭരിച്ചിട്ടില്ല. കൂടോത്രം ചെയ്തവന്റെ കാശ് പോയെന്നല്ലാതെ ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. കാരണം അപ്പോഴപ്പോ കണ്ടുപിടിച്ച് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അത് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകർക്ക് ഉത്തമ ബോധ്യം ഞാൻ വരുത്തി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. ഉണ്ട്. വിശ്വാസമുള്ള ഒരു 10-15 ഉന്നത നേതാക്കന്മാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഇപ്പൊ പറയുന്നില്ല.